ഇപ്പോൾ ഒന്നിടവിട്ട് വരുന്നതുകൊണ്ട് നിങ്ങളാരും എന്നെ മറന്നു പോയിട്ടില്ലല്ലോ അല്ലേ? ഇപ്പോൾ കുറച്ച് ബിസിയാണ്. എല്ലായിടത്തും ഞാൻ തന്നെ ഓടിയെത്തണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാനാ? എല്ലാവർക്കും എന്നെ മതി. അതുകൊണ്ട് ഇച്ചിരി ബിസിയാണ്. നമുക്ക് മാറ്റാൻ പതിയെ. ഇനി വലിയ വലിയ പരിപാടിയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇന്നിച്ചിരി ഇരുട്ടുമയുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് ആരും സ്കിപ്പടിച്ച് പോകരുത്. ഇത്രയും തൊണ്ടകീറി പറഞ്ഞതല്ലേ പാവം ഞാൻ. കഴിഞ്ഞ തവണ മാങ്ങ സീസൺ ആയപ്പോൾ തൊട്ടുള്ളൊരാഗ്രഹമാണ് കടുക് മാങ്ങ ഇടണം, കടുക് മാങ്ങ ഇടണമെന്ന്. അത് ആരുടെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ എൻ്റെ തന്നെ ആഗ്രഹമാണ്. അപ്പം എന്തായാലും മാങ്ങ കിട്ടിയില്ല, ഇടാനും പറ്റിയില്ല. അപ്പം എന്തായാലും അടുത്ത വീട്ടിൽ മാങ്ങ കിടക്കണ കണ്ടപ്പോൾ പോയി ചോദിച്ചപ്പോൾ അവരെടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ കേട്ട വാതി കേൾക്കാത്ത വാതി തോട്ടി എടുത്തുകൊണ്ട് ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് പോയി. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഇരുട്ട് മാത്രമല്ല, അവിടെ 2-3 ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ മാങ്ങ പറിക്കുകയാണ്. ഏറ്റവും അവസാനം ചേച്ചി അമ്മയും കൂടി ഇടിയായി. ഒരാൾ മാങ്ങ പറിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും അടുത്ത ആൾ പറയും ഞാൻ പറിച്ചോളാം. അത് അങ്ങനെ കൂട്ടത്തല്ലേ. അപ്പോൾ ഞാൻ പറയും നിങ്ങളൊരു തീരുമാനത്തിലെത്തി, ഞാൻ ഇതും കൊണ്ട് വീട്ടിൽ പോട്ടെ എന്ന് പറഞ്ഞു. മാങ്ങ എടുത്തപ്പോൾ 2 അപ്പം താടിയും കൂടെ എൻ്റെ കൂടെ പോന്നിട്ടുണ്ട്. അത് എടുത്തു കളയാൻ നോക്കിയിട്ടാണെങ്കിൽ പോകുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും എന്നെ മതി, എന്ത് ചെയ്യാനാ. ഞാൻ വീഡിയോ ഒക്കെ ഇടാതെ വരുമ്പോഴത്തേക്കും മിക്കവാറും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഇടാത്തേ. പിന്നെ എൻ്റെ സൗണ്ട് സൂപ്പറാ, ഞാനിടുന്ന വീഡിയോ സൂപ്പറാ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ട് മേ ബി ഇനി എൻ്റെ പേര് ഫാൻസ് അസോസിയേഷൻ തുടങ്ങുമെന്നൊന്നും എനിക്കറിയില്ല. കുന്നോളം ആഗ്രഹിച്ചാലേ കടുകുമണിയോളം കിട്ടുമെന്നല്ലേ എല്ലാവരും പറയുക. അതുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വസിക്കാം. ഞാൻ പറഞ്ഞു തുടങ്ങിയത് കടുകുമാങ്ങ അച്ചാർ, ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഫാൻസ് അസോസിയേഷൻ. എന്ത് ചെയ്യാനാ, മനസ്സിൻ്റെയൊക്കെ ഒരു പോക്കേ. ഞാനെന്തായാലും തിരിഞ്ഞും പിറക്കിയൊക്കെ വെക്കുന്നുണ്ട് അച്ചാറിടാനായിട്ട്. ഞാനിത് പറിച്ചപ്പോഴേ ഞാൻ അമ്മയോട് പറഞ്ഞു ഇത് 1 വർഷത്തേക്കുള്ളതാണെന്ന്. 1 വർഷം പോയിട്ട് 1 മാസം പോലും തികച്ചുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ കാര്യമാണ്. ഞാൻ വരുമ്പോഴും പോകുമ്പോഴും ഇച്ചിരി കഞ്ഞി, അതിലിട്ട് ഇച്ചിരി അച്ചാർ, കലക്കി കുടിക്കുക, പോവുക, ഒരു മൂലക്കിരിക്കുക, തീർന്നു. അച്ചാറുണ്ടെങ്കിൽ എനിക്ക് വേറെ കറിയൊന്നും വേണ്ട. അതുകൊണ്ടാണ് അമ്മേൻ്റെ കൂടെ വന്നത്. കാരണം അച്ചാറില്ലാത്ത സമയത്ത് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ അലമ്പുണ്ടാക്കും. ഈ അച്ചാർ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അതും കഴിച്ചിട്ട് എവിടെയെങ്കിലും മാറി ഇരുന്നോളൂ. അലമ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെയൊന്നുമല്ല, ഞാൻ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും എൻ്റെ കൂടെ വന്നോളൂ, അതൊക്കെ വേറെ കാര്യം. അങ്ങനെയല്ല, ഞാൻ എന്ത് പൊട്ടത്തരം കാണിച്ചാലും അതിൻ്റെ കൂടെയൊക്കെ നിന്നോളൂ അമ്മ, അത് വേറെ കാര്യം. പിന്നെ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഭരണ തപ്പിയപ്പോഴാണ് ഭരണയ്ക്കകത്ത് മൊത്തം അഴുക്ക്. പിന്നെ ഞാൻ അത് അമ്പിളി മാമനെ പോലെ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും പറയുമ്പോൾ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട്. പിന്നെ എല്ലാം ശടപടേന്നായിരുന്നു. ഭരണി വെച്ചു, മാങ്ങ ഇട്ടു, വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു. ഉപ്പിടുമ്പോൾ എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ്. ഒന്നെങ്കിൽ അത് കൂടിപ്പോവും, ഇല്ലെങ്കിൽ അത് കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്ക് എപ്പോഴും വരാറ്. അതിൻ്റെ തുല്യമായിട്ടുള്ളൊരവസ്ഥയിൽ എനിക്ക് കിട്ടാറില്ല. അപ്പോൾ എന്തായാലും ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്കത് എടുത്തിട്ട് കടുകുമാങ്ങ അച്ചാറിടാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.